അങ്ങനെ ഷൂട്ടുള്ളപ്പോഴാണ് നമ്മൾ ഹാപ്പിയാണ്. ലാൽ സാറിനെ കാണുന്നതുകൊണ്ടും ലിജോ ചേട്ടൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ളൊരു ത്വര നേരത്തെ മുതലുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരി അല്ലെങ്കിൽ രാജീവ് രവി ഇവരൊക്കെ വേറൊരു സെപ്പറേറ്റ് ചർച്ച ചെയ്യപ്പെടുന്ന ആളുകളാണല്ലോ. ഷൂട്ടില്ലാത്ത സമയത്ത് ഭയങ്കര ഡാർക്കായിരുന്നു. ആ ഡാർക്ക് സമയം ശരിക്കും പറഞ്ഞാൽ അത് മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുള്ളത് 2 വ്യക്തികളാണ്. ഒന്ന് രാജീവ് പിള്ള, ആക്ടറും ക്രിക്കറ്ററല്ല, ആക്ടർ തന്നെയാണ്. അദ്ദേഹം എപ്പോഴും പറയും, ഞാൻ ആക്ടറാണ് മണി, ഞാൻ നന്നായി ക്രിക്കറ്റും കൂടി കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നെ എല്ലാവരും ക്രിക്കറ്ററായിട്ടാണ് പറയുന്നത്, എനിക്ക് ആക്ടർ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. എനിക്ക് രാജീവേട്ടനെ ഭയങ്കരമായിട്ട് അടുത്തറിയാനും ഇഷ്ടപ്പെടാനും പറ്റിയൊരു കാലഘട്ടമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. മനോജ് മോസസ് എന്ന് പറയുന്നൊരു പുതിയ നടൻ്റെ അരങ്ങേറ്റം ലാസ്റ്റ് ഘട്ടങ്ങൾ പോണ്ടിച്ചേരിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാനും മനോജും വേറെ 1-2 പേരും കൂടി ഇരിക്കാൻ നേരത്ത് ഈ ആന ഓടിയിട്ട് ആളുകൾ മരണവെപ്രാളപ്പെട്ട് ഓടില്ലേ, അതേപോലെ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഒരു കൂട്ടം ഇങ്ങനെ അയ്യൂപത്തോ എന്ന് പറഞ്ഞിങ്ങനെ ഓടി വരിക. അപ്പോൾ അവരിങ്ങനെ ഓടി മാറിയിട്ടും ഈ ആരെ കണ്ടാണോ ഓടണമെന്ന് നമുക്ക് മനസ്സിലാവണല്ലോ, ആരെ കാണാനില്ല. അപ്പം ഞാനിങ്ങനെ പതുക്കെ അങ്ങോട്ട് മുമ്പോട്ട്, അപ്പോൾ ഇവൻ മനോജ് മണിച്ചേട്ടാ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് പോയത് ഒരു ഫൂ പറഞ്ഞൊരു സാധനം അങ്ങോട്ട് ഒരു പണി തന്നിട്ട് പോയി. കടന്നൽക്കൂട് ആരോ പോയിട്ട് അതിനകത്ത് കല്ലെറിയോ അതിൽ കുത്തി ഇളക്കുകയോ എന്തോ ചെയ്ത് സാധനം വലിയൊരു കൂടായിരുന്നു, തേനീച്ച. അത് ഫുള്ള് ആകെ സീനാക്കി, കുറേ പേർക്കിട്ട് കൊത്ത് കിട്ടി. കുറച്ച് നേരം ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ കണ്ണ് ഇവിടെ ഈ ഭാഗം മൊത്തം നീരായിട്ട് പിറ്റേ ദിവസം എൻ്റെ സീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അന്ന് വൈകുന്നേരം റൂമിലുള്ളപ്പോൾ ഷിബു സാറ് എന്നെ കാണാനായിട്ട് വന്നു, അതിൻ്റെ പ്രൊഡ്യൂസർ ഷിബു ജോൺ. അത് ഭയങ്കര ഒരു സന്തോഷം തന്നു. കാരണം അദ്ദേഹം നമ്മളെ എന്ത് പറ്റി എന്നറിയാനുള്ള എന്താ പറയുക, ആ ഒരു കെയർ അവിടെ ഫീൽ ചെയ്തു. അതിന് ഒരുപാട് സന്തോഷമുണ്ടായി. പിന്നെ പിറ്റേ ദിവസം വന്നില്ല. അന്ന് പിറ്റേ ദിവസം ലീവ് എടുത്തു. കാരണം അത്രയും നീരുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല, ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റില്ല, അതേപോലെ നീരുണ്ടായിരുന്നു. ലാൽ സാർ അറിഞ്ഞു, ചോദിച്ചു എങ്ങനെയുണ്ട് മോനെ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് പതുക്കെ നീരൊന്ന് വറ്റിയപ്പോൾ വന്നു. പിന്നെ മുഖത്ത് നിറച്ച് മഞ്ഞൾ, അവിടെ അപ്പോൾ ആ സീൻ അങ്ങനത്തെ ഒരു സീനാണ്, അതുകൊണ്ട് മഞ്ഞളൊക്കെ തേച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ സീനെടുത്തു. അങ്ങനെ മലൈക്കോട്ടെ വാലിബൻ ഭംഗിയായി തന്നെ അവസാനിപ്പിച്ചു. പോണ്ടിച്ചേരിയിൽ വെച്ച് അവസാനിപ്പിച്ചു. തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് ആ പത്രസമ്മേളനത്തിനൊക്കെ സാറിൻ്റെ കൂടെ ഇരിക്കാനും സാറ് നമ്മളെക്കുറിച്ച് പറയുന്നതൊക്കെ നേരിട്ട് കേൾക്കാനൊക്കെ പറ്റി. ലാൽ സാറിനെ കുറിച്ചാണ് പറഞ്ഞത്, ലാലേട്ടനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. 19-ാം നൂറ്റാണ്ട് സിനിമ ഷൂട്ട് നടക്കുമ്പോഴാണ് എനിക്ക് മകൻ ജനിക്കുന്നത്. പാലക്കാട് വെച്ചിട്ടായിരുന്നു എൻ്റെ ഷൂട്ട്. വിനയൻ സാറുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവുന്നത് ആ സിനിമയിലൂടെയാണ്. അതിന് മുമ്പ് സാറിനെ വിളിച്ചിട്ടുണ്ട്, ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തെ 2 തവണ അവതരിപ്പിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതായത് കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ ഞാൻ നിവിൻ പോളിയുടെ, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തുറമുഖത്തിൽ വെച്ചിട്ട് പരിചയപ്പെട്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കായംകുളം കൊച്ചുണ്ണിയാണ് ആദ്യം നിവിനായിട്ട് പോളിസാറുമായിട്ട് അഭിനയിക്കുന്നത്. അവിടെ വെച്ച് ഒരു ബന്ധമുണ്ടായി. പക്ഷേ തുറമുഖം ചെയ്യുമ്പോഴാണ് അത് ഒന്നും കൂടി ശക്തമായത്, ഞങ്ങളൊരു കുറേ കൂടി കൂട്ടുകാരായത്. അപ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ കൂട്ടുകാരനായിട്ടുള്ള ബാവ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, വവ്വാക്കാട് ബാവ എന്ന് പറയുന്നൊരു ക്യാരക്ടർ കായംകുളം കൊച്ചുണ്ണിയിൽ ചെയ്തിരുന്നു. അതേ ക്യാരക്ടർ തന്നെയാണ് 19-ാം നൂറ്റാണ്ടിൽ ചെയ്തിട്ടുള്ളത്. ചെമ്പൻ ചേട്ടനായിരുന്നു 19-ാം നൂറ്റാണ്ടിൽ കായംകുളം കൊച്ചുണ്ണിയായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനൊരു പ്രത്യേകത ആ സിനിമയിലുണ്ട്. ഒരു കഥാപാത്രത്തെ 2 രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു. അതൊരു നടന് തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമല്ല. അങ്ങനെ മോൻ ആ കാലഘട്ടത്തിലാണ് മോൻ ജനിക്കുന്നത്, മാർച്ച് 19-ാം തീയതി. അപ്പോൾ അത് കഴിഞ്ഞ് അവന് പേരിടാനായിട്ട് ഇങ്ങനെ കുറേ ദിവസമായിട്ട്, അതായത് ഇവള് പ്രഗ്നൻ്റായ അന്ന് മുതൽ ഇങ്ങനെ ആലോചനയുണ്ട്, ആൺകുട്ടിയാണെങ്കിൽ ഇതിടാം, പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് 28-ന്
അതായത് പേരിടുന്നതിൻ്റെ തലേ ദിവസമാണ് പേര് കിട്ടുന്നത്. അത് വെറൈറ്റി ആയിട്ടൊരു പേരിടണം, എന്നാൽ ഏതെങ്കിലും ഒരു വിഭാഗക്കാരനായിട്ട് അങ്ങനെ വരരുത്, യൂണിവേഴ്സലായിട്ടുള്ളൊരു പേരായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തോറ്റ് എന്തെങ്കിലും ഇടാമെന്ന് അവൾ പറയുന്നത് ഇടാം എന്നുള്ള, വീട്ടുകാർ പറയുന്ന ഏതെങ്കിലും ഒരു പേരിടാമെന്നുള്ള രീതിയിൽ കിടക്കാൻ, ഞാൻ ഈ പാട്ട് വെച്ച് കിടക്കുന്നൊരു ശീലമുണ്ട് എനിക്ക്. കൂടുതലും തമിഴ് പാട്ടാണ്, ഇളയരാജയുടെ പാട്ടുകളാണ് രാത്രി കേൾക്കുക. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇസൈஞானி ഇളയരാജ എന്നുള്ള ഇങ്ങനെ യൂട്യൂബിലിങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ കണ്ട് പെട്ടെന്ന് ഇസൈ എന്നിട്ടാലോ എന്നൊരു ആലോചന തോന്നി. പിറ്റേ ദിവസം രാവിലെ പേര് കിട്ടി, ഇസൈ എന്നിടാമെന്ന് പറഞ്ഞു. വൈഫ് സമ്മതിച്ചു. അങ്ങനെ ഇസൈ എന്ന് പേരിട്ടു. ഇപ്പോൾ ഇസൈ എൽ കെ ജിയിലാണ്. മിടുക്കനായിട്ട് എന്നെപ്പോലെ തന്നെ കുറുമ്പും കുസൃതിയൊക്കെ ആയിട്ട് ചെറിയ ഇടിപിടുത്തമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഹാപ്പി ആയിട്ട് പോകുന്നു. അഭിനയിച്ച എല്ലാ സിനിമയുടെയും പേര് അല്ലെങ്കിൽ ആ സിനിമയുടെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നില്ല. എനിക്ക് ആത്മബന്ധമുള്ള വിഷയങ്ങൾ നടന്നത് ഓർത്ത് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം അല്ലെങ്കിൽ സന്തോഷം ഉണ്ടായ ഒരു സിനിമയാണ് മാമാങ്കം സിനിമയുടെ അറിയാലോ, അതിൽ ആദ്യത്തെ സംവിധായകൻ സജീവ് സാറാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ഒരു ഒടിയൻ എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ക്യാരക്ടറായിരുന്നു. അദ്ദേഹം കഥ പറഞ്ഞപ്പോൾ മമ്മൂക്കയായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന പടമാണ്. അതിന് മുമ്പ് ഒരു സിനിമയിൽ അവസരം കിട്ടി, പക്ഷെ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്കതിന് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ സജീവ് സാറ് ഇടയ്ക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അത് ചില ക്രാഷുകളുണ്ടായിട്ട് അദ്ദേഹം മാറുകയും പിന്നെ പപ്പേട്ടൻ പത്മകുമാർ അദ്ദേഹം വന്ന് ഡയറക്ഷൻ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ കാലഘട്ടത്തിൽ, ആ സമയത്തിൽ ഏകദേശം മെയ് മാസത്തിലാണ് ഷൂട്ട് നടക്കുന്നത്. നമ്മുടെ തൃപ്പൂണിത്തുറ കുണ്ടന്നൂർ ഹൈവേയുടെ അകത്തുനിന്ന് കയറിയിട്ട് സ്ഥലത്താണ് സെറ്റ് ഇട്ടേക്കുന്നത്, ആ കൊട്ടാരം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തൊരു ആദിവാസി ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ബർത്ത്ഡേ മെയ് മാസം 28 ഞാൻ ജനിച്ച. സത്യത്തിൽ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങി. എൻ്റെ സിനിമ ഒരു കളർഫുള്ളായിട്ടുള്ള ബർത്ത്ഡേ ആഘോഷിക്കുന്ന വർണ്ണ്യത്തിലാശങ്കയിൽ ചാക്കോച്ചനും അതേപോലെ ചെമ്പൻ ചേട്ടൻ, സുരാജ് ചേട്ടൻ, ഇവരെല്ലാവരും കൂടി നിന്നിട്ട് ആണ് ഒരു ആദ്യത്തെ ഭയങ്കര ആഘോഷമായിട്ടുള്ള ഫേസ്ബുക്കിലൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുത്ത ഒരു ബർത്ത്ഡേ. അത് കഴിഞ്ഞ് പിന്നെ മാമാങ്കമായിരുന്നു. മാമാങ്കത്തിൽ അത് നോമ്പ് കാലമാണെന്ന്. ആ നോമ്പ് സമയത്ത് അപ്പോൾ അന്ന് എനിക്ക് ഷൂട്ടില്ല. അന്ന് ഞാൻ മീര ചേച്ചീനെയും പിന്നെ ഗോപൻ ചേട്ടനുണ്ട് പ്രൊഡക്ഷനൊക്കെ നോക്കണം. ഗോപേട്ടനൊക്കെ വിളിച്ചിട്ട് എവിടെ ഗോപേട്ട ആരൊക്കെ ഉണ്ട് ഇന്ന്, എന്താ ഷൂട്ട് എന്നൊക്കെ ചോദിച്ചു. നീ എവിടെ? ഞാൻ വീട്ടിലുണ്ട്. വരും. എന്താ പരിപാടി? ഒന്നുമില്ല, വെറുതെ ഇരിക്കുക. ബർത്ത്ഡേ ഒക്കെയാണ്. എന്ത് ബർത്ത്ഡേ, ചുമ്മാ ഒന്ന് ഇട്ട് നോക്കി, അവർ വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. എന്ത് ബർത്ത്ഡേ, നമുക്കെന്താ ആഘോഷം? അതെന്താടാ, നീ ഇങ്ങോട്ട് വാ, നമുക്കൊരു കേക്ക് മുറിക്കാം. നമ്മുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. അങ്ങനെ കറക്റ്റായിട്ട് അത് കൊളുത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറുണ്ടോ എന്ന് ചോദിച്ചു. മമ്മൂക്കയുണ്ടോ? സാറുണ്ട്, നമുക്ക് സാറുള്ളപ്പോൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ഏകദേശം ഒരു നോമ്പ് മുറിക്കണ ആ സമയമുണ്ടല്ലോ, അപ്പോൾ അതിന് മുമ്പ് വന്നം എന്ന് പറഞ്ഞു എന്നോട്. സാറ് പോവും, നോമ്പ് മുറിക്കാനുള്ളതുകൊണ്ട് നേരത്തെ പോവും, നേരത്തെ വന്നം എന്ന് പറഞ്ഞു. ഈ കുണ്ടന്നൂർ ബ്ലോക്ക് കാരണം ആ പറഞ്ഞ സമയത്ത് ചെല്ലാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, സാറിന് പോകേണ്ടതാണ്, സാറ് ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്നത്, നോമ്പ് മുറിച്ചിട്ട് വേണം, അപ്പോൾ നീ വാ, വരുന്നുണ്ട്, വേഗം വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ കുണ്ടന്നൂർ ബ്ലോക്ക് അറിയാമല്ലോ. പക്ഷേ അത് മാറാതെ വരാനൊരു നിവൃത്തിയില്ല. അങ്ങനെ വന്നു. സാറ് പക്ഷേ വെയിറ്റ് ചെയ്തു. സാറിനോട് ഇവർ പോയി പറഞ്ഞു, അവൻ ബ്ലോക്കിൽ പെട്ടു, വരാൻ വൈകും, സാറ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഇവിടെ മുറിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇല്ല, അവൻ വരട്ടെ, മുറിച്ചിട്ടേ പോകുള്ളൂ, കുഴപ്പമില്ല, അവൻ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ നോമ്പ് കാലത്ത് അദ്ദേഹം നിന്നു എന്ന് പറയുന്നത് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. വന്ന് കേക്ക് കട്ട് ചെയ്യണതിന് മുമ്പ് എന്നോട് പറഞ്ഞു. ആ സമയത്ത് സജീവ് സാറ് തന്നെയായിരുന്നു ഡയറക്റ്റ് ചെയ്യണം, അപ്പം മാറിയിട്ടില്ല. അപ്പോൾ സജീവ് സാറുണ്ട്, ആ ഫോട്ടോയിലുണ്ട്. നല്ല മനുഷ്യനാണ്, ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്.
കേക്ക് മുറിക്കുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടി സാർ പറഞ്ഞു, കേക്ക് മുറിച്ചിട്ട് നീ എനിക്ക് തിരിച്ച് കേക്ക് തരരുത്, ഞാൻ നോമ്പ് മുറിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ജോയ് മാത്യു സാർ ഉണ്ടായിരുന്നു, ജോയ് ഏട്ടൻ, കേക്ക് മുറിച്ചു. അദ്ദേഹം എനിക്ക് കേക്ക് തന്നു. അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു, അത് ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്കാണല്ലോ അൾട്ടിമേറ്റ് സന്തോഷം. ഇപ്പം അത് പറഞ്ഞു. ഇപ്പം ആ ഒരു പാഷനില്ല. ഇപ്പോൾ എന്ത് കിട്ടിയാലും ഫേസ്ബുക്കിൽ കൊണ്ടിടണമെന്നുള്ളത് ഇല്ല. ഇൻസ്റ്റയിലാണെങ്കിലും വൈഫാണ് അതൊക്കെ നോക്കുന്നത്. നമുക്ക് കുറച്ച് പ്രമോഷൻ വേണം, ഇല്ലാതെയും പറ്റില്ല. അപ്പോൾ അങ്ങനെ മാമാങ്കത്തിൻ്റെ ഒരു ഓർമ്മ, എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചതും അദ്ദേഹം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതും, ആ വിശപ്പ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ച് നിന്നതും, അത് സ്നേഹത്തോടെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സജീവ് സാറ് മാറിയിട്ട് നമ്മുടെ പത്മകുമാർ അദ്ദേഹമാണ് പിന്നീട് വരുന്നത്. അപ്പോൾ പപ്പേട്ടൻ ഏറ്റെടുത്തപ്പോൾ കുറേ ടാസ്കുകൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് സമയം പോയിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ. അങ്ങനെ ഈ പറഞ്ഞ ഈ എൻ്റെ ക്യാരക്ടറൊക്കെ ഒന്ന് മാറ്റി എഴുതപ്പെട്ടു, സീൻസൊക്കെ മാറി. അങ്ങനെ ഒരു വഴികാട്ടി എന്നുള്ള രീതിയിലേക്ക് മാറിയത്. എന്നാലും ഹാപ്പി തന്നെയാണ്. നമുക്കായിട്ട് ഒരു അടുത്ത് കുറച്ച് ദിവസങ്ങൾ കിട്ടി. ആ സമയത്ത് ഞാൻ സുവീരൻ ഡ്രാമ ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്ന, ഡ്രാമ മാത്രമല്ല അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ട്, അവാർഡ് വിന്നറൊക്കെയാണ്. സുവീരേട്ടൻ സംവിധാനം ചെയ്ത ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന നാടകം, വിധേയൻ സിനിമയുടെ, അതായത് ആ നോവലിൻ്റെ ഒരു സ്വതന്ത്ര ആവിഷ്കാരമാണ്, നാടകം ചെയ്തിരുന്നു. അത് ഓൾറെഡി നേരത്തെ ദുബായിൽ വെച്ചിട്ട് അവിടുത്തെ മലയാളികളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വീണ്ടും നമ്മുടെ തലശ്ശേരി ആ ഭാഗത്തൊക്കെ കളിക്കാനായിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു, ഇതിൽ തുമ്മി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഞാൻ പോയി. അപ്പോൾ ഈ മാമാങ്കം ചെയ്യുന്ന സമയത്താണിത്. അപ്പം ഞാനിത് മമ്മൂക്കയ്ക്ക് നാടകക്കാരെയും നാടകമൊക്കെ ഇഷ്ടമാണ്. എൻ്റെ നാട്ടിലുള്ള പല നാടകക്കാരെക്കുറിച്ച് എന്നോട് ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, സാർ ഞാനിങ്ങനെ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് എനിക്ക്, എടാ ഈ തൊമ്മിയും ഈ മാടയായിട്ട്, അതായത് പൊന്തൻ മാടയിലെ മാടയുണ്ടല്ലോ, മാട ക്യാരക്ടറായിട്ട് നല്ല ബന്ധമുണ്ട്. അതായത് മാടയുടെ ബോഡി ലാംഗ്വേജ് ചെയ്ത നന്നായിരിക്കും. അത് ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചു തന്നു, ഇങ്ങനെ പഠിപ്പിച്ച് തരിക എന്ന് പറയില്ലേ, അത് അതായത് ഭൂമിയിൽ ചവിട്ടുണ്ട് എന്നാൽ ചവിട്ടുള്ള എന്ന് പറയുന്നൊരു അവസ്ഥയിൽ ഓടുകയാണോ നടക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ബോഡി ലാംഗ്വേജാണ്. ഈ തൊമ്മിക്ക് അത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും, നീ അതൊന്ന് ചെയ്തു നോക്ക് എന്നൊക്കെ പറഞ്ഞു. അത് എന്താ പറയുക, ആ ഒരു സ്കൂളിൽ കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നി. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പിന്നെ ഈ അടുത്ത കാലത്ത് ചെയ്തൊരു സിനിമയാണ് ഭ്രമയുഗം. അതിന്ന് വലിയ ലെവലിൽ എത്തി നിൽക്കുന്നു. ഈ സിനിമയിൽ കയറുന്ന ആ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ നാഷണൽ അവാർഡ് വിന്നറാണ്, ഓസ്കാർ അവാർഡ് വിന്നറാണ് എന്നൊക്കെ പറയും. അന്നൊക്കെ അത് പറയുമ്പോൾ അതിൻ്റെ പോസിബിലിറ്റി വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് അത് പോസിബിളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അഭിനയിച്ച ഒരു സിനിമ അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഭ്രമയുഗത്തിൻ്റെ രാഹുൽ സദാശിവൻ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നണം അത് വേറെ ആരെയോ വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. അവർ ഡേറ്റിൻ്റെ എന്തോ പ്രശ്നങ്ങൾ കൊണ്ടാണ്. വേറെ ആരുമല്ല, സെന്തിലിനെയാണ്. സെന്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഡേറ്റ് ഇഷ്യൂ വന്നപ്പോൾ കുറ്റവും ശിക്ഷയിൽ ഞാൻ ചെയ്യേണ്ട റോള് സെന്തിൽ ചെയ്തു. സെന്തിലിന് ചെയ്യേണ്ട റോളാണ് സത്യത്തിൽ ഭ്രമയുഗത്തിൽ ഈ ക്യാരക്ടർ, അർജുന അശോകൻ്റെ കൂടെയുള്ള ആ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാഹുൽ പറഞ്ഞു, ഈ ഒരു ചെറിയ പോർഷനേ ഉള്ളൂ,
സിനിമ ഫുള്ള് ആകെ 3-4 പേരേ ഉള്ളൂ. അതിനകത്തൊരു ക്യാരക്ടറാണ് അത്. ഈ സിനിമയുടെ ടോട്ടൽ കഥ എന്താണ് എന്നുള്ള അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ചേട്ടൻ വന്ന് ചെയ്തു തന്നാൽ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ മാത്രമാണ് അത് പുള്ളി വ്യക്തമായി പറഞ്ഞു. നമുക്കതിനകത്ത് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നോ അത് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവുമെന്നൊന്നുമില്ല. അങ്ങനെ കുറേ പ്രതീക്ഷകൾ തന്ന് ഭയങ്കര ക്യാരക്ടറാണ്, നിങ്ങളിത് കഴിഞ്ഞാൽ പിന്നെ അതാണ് ഇതാണെന്നൊന്നും പറയുന്ന പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നുമില്ല. ഓപ്പണായിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമായി. പിന്നെ ഫുൾ വേറൊരു അറ്റംപ്റ്റാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യുന്നു. സാറിൻ്റെ കൂടെ വീണ്ടും ചെയ്യാൻ പറ്റുന്നു. പക്ഷേ കോമ്പിനേഷനില്ല എങ്കിലും ആ ഒരു ടീമിലുണ്ടല്ലോ. അങ്ങനെ ചെല്ലുന്നു. കോതമംഗലം അടുത്തുള്ള ഒരു ഫോറസ്റ്റിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് 3 ദിവസം 5 ദിവസമൊക്കെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണിത്, 5 ദിവസത്തെ കാര്യമില്ലല്ലോ. അതായത് അർജുനുമായിട്ട് ഓടി ഒരു കാട്ടിലെത്തുന്നു, ഓടി വരുന്നു, എന്നിട്ട് നിന്ന് കഥയ്ക്കുന്നു. അവിടെ ഇരുന്നിട്ട് ഇയാൾ ഇങ്ങനെ പറയുന്നു, ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, ഇന്നിവിടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നു. തീ കൂട്ടുന്നു, അവിടെ ഇരിക്കുന്നു. അതിനിടയ്ക്ക് എന്തോ ഒച്ച കേൾക്കുന്നു, ഇയാൾ പോകുന്നു. ഇയാൾ എന്തോ കണ്ട് പേടിക്കുന്നു. ഒരു സ്ത്രീയെ കാണുന്നു, അതിൻ്റെ പുറകെ യക്ഷിയെ കാണുന്നു, യക്ഷിയുടെ പുറകെ പോകുന്നു. യക്ഷി ഇയാളെ ശരിയാക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ. ഇത് കൂടി വന്ന ഒരു 2 ദിവസം. അതിനെന്തിനാണ് ഈ 5 ദിവസത്തെ ഡേറ്റൊക്കെ വാങ്ങിച്ചു വെച്ചേക്കണത് എന്ന് ആലോചന ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ സത്യത്തിൽ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആ കാട്ടിൽ ഈ നമ്മൾ ഈ ഫോക്ക് നമ്മുടെ ഇതിൽ ചെയ്യുന്നതാണല്ലോ, സാമ്പ്രാണിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആ കാറ്റ് എന്താ പറയുക, ഒരുപാട് സമയമെടുത്താണ് ഞാൻ ചുരുക്കി പറയാം, എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ മുഴുവൻ പറഞ്ഞു തരാൻ അറിയില്ല. ഒരു ചെറിയ അനക്കം പോലും കുറേ നേരം വെയിറ്റ് ചെയ്ത് ആ കാറ്റൊക്കെ ഒന്ന് നിന്ന് ആ പുക സെറ്റായി അപ്പോഴാണ് ഇതെടുക്കുന്നത്. ഏകദേശം 3-4 ദിവസം എടുത്തിട്ടാണ് എൻ്റെ ആ ഒരു സീൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്ത് ചെറുതാണ് എന്ന് വിചാരിച്ചില്ല. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പഠനം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് റെഫറൻസൊക്കെ എടുത്തു. നെടുമുടി വേണു ചേട്ടൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹം ഈ പറഞ്ഞ ഈ രാസലീലയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഒരു സ്റ്റെപ്പ് കയറി, ഒരു സ്ത്രീയുടെ പുറകെ സ്റ്റെപ്പ് കയറി പോകണം. അപ്പോൾ ഈ പുറകുവശം കാണിക്കുന്ന ഷോട്ടുണ്ട്. ആ പുറകുവശം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയാണ് പിടിച്ചിട്ടുള്ളതെന്ന് ഈ മുതുക് കാണുമ്പോൾ മനസ്സിലാവുമായിരുന്നു. അതായത് ആ ഒരു പ്രഷർ, ആ ടെൻഷൻ എന്താണെന്നുള്ളത് ആ ബോഡി മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവരണം, അതെങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു ആലോചന, ആ നടപ്പിൽ എന്തൊക്കെ ഇമ്പ്രവൈസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം നോക്കിയിരുന്നു. ഞാൻ അത്യാവശ്യം അതിനകത്ത് പണിയെടുത്തു എന്ന് തന്നെ പറയാം. ആ പണി സിനിമ ഇറങ്ങിയപ്പോൾ അത് ചർച്ച ചെയ്യപ്പെട്ടു. എന്നെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞു, കുറച്ചുള്ളെങ്കിലും നിങ്ങൾ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി, നിങ്ങളെ പ്രസൻസ് ഭയങ്കരമാണ് എന്ന് കുറേ പേര് വിളിച്ച് പറഞ്ഞു. അതിൻ്റെ എന്താ പറയുക, പത്രസമ്മേളനം എൻ്റെ പ്രോഗ്രാം നടന്നപ്പോൾ സാറ് നേരിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സംവിധായകൻ ഹാപ്പിയാണ്. ഭയങ്കര കുറേ നാളുകൾക്ക് കൂടി ഒരു നല്ല സന്തോഷം കിട്ടിയൊരു സിനിമയാണ് ബ്രഹ്മയുഗം. അങ്ങനെ എൻ്റെ ജീവിതകഥ പറച്ചൽ ഏകദേശം വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് സമ്പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ ഇതുവരെ പറഞ്ഞതിൽ ഇതാണ് കുറച്ചധികം കാര്യങ്ങൾ പറയാൻ കിട്ടിയൊരു അവസരം. പിന്നെ ഒരു നടന് കിട്ടാവുന്ന നടനെന്നല്ല, ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് തൻ്റെ വീടും തൻ്റെ നാടും തന്നെ ഇഷ്ടപ്പെടുക, തന്നെ അംഗീകരിക്കുക, തന്നെ ആഘോഷിക്കുക എന്നുള്ളതാണ്. ഞാൻ ഓർത്ത് വയ്ക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ കുറിച്ചിട്ടുള്ള ഒരു അംഗീകാരം എന്ന് പറയുന്നത് RLV സ്കൂളിൻ്റെ പരിസരത്തുള്ള എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, കോട്ടപ്പുറം ഫ്രണ്ട്സ് കോട്ടപ്പുറം എന്ന് പറയുന്ന ക്രിക്കറ്റ് ക്ലബ്ബിലെ അംഗങ്ങൾ, ഷാജി ചേട്ടൻ കോട്ടപ്പുറം, ഷാജി, കുട്ടൻ, സുനിൽ, ഡെന്നി ചേട്ടൻ, ചന്തു വാവ, ഈ പറഞ്ഞ ആളുകൾ, ഇതൊക്കെ ഈ പേരെടുത്ത് പറയുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അവർക്ക് വേണ്ടി ഒന്നും വേറെ ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ അവരുടെയൊക്കെ പേര് പറഞ്ഞ് ഒരു നന്ദിയെങ്കിലും പറയണ്ടേ എന്നുള്ള എൻ്റെ ഒരു മനസ്സിൻ്റെ കുറ്റബോധം കൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ പേരുകളെടുത്ത് പറയുന്നത്. അവരെല്ലാവരും കൂടി ഈ വോളിബോൾ കളിക്കുന്ന നമ്മുടെ തങ്കച്ചേട്ടൻ്റെ പറമ്പുണ്ട്, ആ പറമ്പിൽ ഒരു സ്റ്റേജൊക്കെ കെട്ടി പല മേഖലയിലുള്ള ആളുകളുണ്ടായിരുന്നു. പി ബാലേന്ദ്രൻ, ഈ കമ്മട്ടിപ്പാടത്തിൻ്റെ റൈറ്റർ, അദ്ദേഹം ഉണ്ടായിരുന്നു. അതേപോലെ CK വിനീത്, വോളിബോൾ പ്ലെയറായിട്ടുള്ള ടോം ജോസഫ്, ടോമേട്ടൻ, MLA സ്വരാജ്. ഒരു വലിയ വേദിയായിരുന്നു അത്. നാടൻപാട്ടൊക്കെ അറേഞ്ച് ചെയ്തു. ഈ വേദിയിൽ അമ്മയുണ്ട്. അപ്പോൾ എന്നെ ആദരിക്കുകയാണ് ഓരോരുത്തർ. ബാലേട്ടൻ എന്നെക്കുറിച്ച് പറയുന്നു, അതേപോലെ MLA സ്വരാജ് സഖാവ്, അദ്ദേഹം എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ആ ഒരു വേദി മറക്കാൻ കഴിയാത്തതാണ്. അതിലൊരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഒരു സിനിമാറ്റിക് രംഗമുണ്ടായി. റസാലൻ സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറിങ്ങനെ ഇന്ന പോലെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ലെനിൻ സാറിനെ വിളിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ലെനിൻ സാറ് ഇവിടെ ഇല്ല. പിന്നെ ഇത്തരം പരിപാടികളിലൊക്കെ വരുമോ എന്നുള്ളൊരു ഡൗട്ട് സാറ്. അപ്പോൾ ഞാൻ ഇങ്ങനെ റസാൽ സാറിനോട് പറഞ്ഞു, ലെനിൻ സാറിന് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ സാധ്യത കുറവാടാ എന്നുള്ള രീതിയിലാണ് റസാലൻ സാറ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഞാൻ വരുമെന്ന് ഒട്ടും എനിക്ക് പ്രതീക്ഷയില്ല. ഇങ്ങനെ ഷാളുകൾ പൊതിപ്പിക്കുന്നു, ഈ എന്നെ ആദരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വൈറ്റും ഇട്ട് കയറി വന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടുകൂടി സാറ് ഷാള് ഇട്ടിട്ട് 2 കൈയും കൂട്ടി പിടിച്ച് ഇങ്ങനൊരു പിടിച്ച് തോളത്ത് ഇങ്ങനെ പിടിച്ച്, ലെനിൻ സാറായിരുന്നു. അത് ഭരതം സിനിമയിലെ നെടുമുടി വേണു മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനെ അതുവരെ അവർ ഉടക്കായിരിക്കും, അതുവരെ അംഗീകരിച്ചിട്ടുണ്ടാവില്ല. അവസാനം അംഗീകരിക്കുന്ന ഒരു രംഗമുണ്ട്. എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. അതൊരു സിനിമാറ്റിക്കായിട്ടുള്ളൊരു രംഗമായിരുന്നു. പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അത് വേറെ ഒന്നും സംസാരിക്കാനൊന്നും നിന്നില്ല. ആ ഷാള് ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇനി എത്ര ഷാള് വീണാലും അതിന് കിട്ടിയൊരു വിലയുണ്ട്. അപ്പം ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ട് സാറിനെ കാണാനായിട്ട് തമിഴ്നാട്ടിൻ്റെ ഒരു രീതിയുണ്ട്. നമ്മളെ ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ സിദ്ധന്മാരെയൊക്കെ കാണാൻ പോകുമ്പോൾ, സ്വാമിമാരെയൊക്കെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും പഴവർഗ്ഗം വാങ്ങിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സീഡ്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോവുക എന്നുള്ളൊരു കലാചാരം, ഒരു സംസ്കാരം അവർക്കുണ്ട്. അപ്പം ഞാൻ അതേപോലെ തന്നെ കുറച്ച് പഴങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ സാറിന് ഏറ്റവും ഇഷ്ടം ഈ മാതള നാരങ്ങയാണ്. അപ്പോൾ നല്ല മാതള നാരങ്ങയൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി സാറിന് കാലിലൊക്കെ അനുഗ്രഹം വാങ്ങിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ നമ്മൾ നേരത്തെ ഇരുന്നിരുന്നത് തറയിലാണ്. ഞാൻ അങ്ങനെ തന്നെ വന്ന വഴി മറക്കാതെ തറയിൽ തന്നെ ഇരിക്കാൻ പോയപ്പം മേലെ കയറി വെക്കാറ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. അദ്ദേഹം വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഹൃദയത്തിൽ സ്റ്റേറ്റ് അവാർഡിനൊപ്പം തന്നെ സൂക്ഷിക്കുന്ന, അതിനേക്കാൾ വലിയ അവാർഡായി സൂക്ഷിക്കുന്ന നിമിഷങ്ങളാണ്. ഇതേപോലെ ഒരു നിമിഷം അടയാളപ്പെടുത്താതെ പോയത്, കമൽ സാർ എൻ്റെ ഏറ്റവും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന നടന്മാരിൽ ഒരാളാണ് കമൽ സാർ. കമലഹാസൻ, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഇറക്കില്ല എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ കണ്ടു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് കുറച്ച് ഒരു 3-4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചാനലിൻ്റെ അവാർഡ് ഫംഗ്ഷനിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം മുമ്പിലിരിക്കുന്നു. ഞാനൊരു അവാർഡ് കൊടുക്കുന്ന ഇതിന് വേണ്ടി എന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് 2 വാക്ക് സംസാരിക്കാൻ മൈക്ക് കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി നടന്നതും, അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ മുമ്പിൽ ആൾക്കൂട്ടം കൂടിയപ്പോൾ അതിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു. അദ്ദേഹം അത് കേട്ട് ചിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു സോഫയിലാണ് ഇരിക്കുന്നത്, ഇങ്ങോട്ട് നീങ്ങിയിരിക്കാൻ സ്ഥലമില്ല, അദ്ദേഹം ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു എന്നോട്. ഞാൻ ഇങ്ങനെ നിന്ന് ഇങ്ങനെ എങ്ങി എടുക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു ഇങ്ങോക്കാന്ന് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദത്തിൽ. ആ ഫോട്ടോ കണ്ടാൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണെന്ന് തോന്നും. അത് ഭയങ്കര സന്തോഷം തന്നൊരു ഫോട്ടോയാണ്. അതും ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്നു വീട്ടിലും എൻ്റെ ഹൃദയത്തിലും. സഫാരി TV-യിൽ ഒരു വിളിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് എന്താണെങ്കിലും സത്യസന്ധമായി
ആത്മാർത്ഥതയോടെ പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് അത്ഭുതപ്പെടുത്താൻ വേണ്ടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങളും ആഘോഷങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എന്നെ കേട്ട എല്ലാവർക്കും